നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ടെക്നിക്കലി നിഫ്റ്റി ഇന്നലെ 7 ദിവസം തുടർച്ചയായ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തെങ്കിൽ കൂടിയും സെൻസെക്സ് എല്ലാം തന്നെ അതിൻ്റെ ഹൈയിൽ നിന്ന് 1000 പോയിൻ്റ് അടുത്ത് ഫോൾ രേഖപ്പെടുത്തി. പ്രധാനമായിട്ടും ഇന്നലെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഓഡിറ്റ് എക്സ്റ്റേണൽ ഒരു ഗ്രൂപ്പ് നടത്തും. അതിൻ്റെ റിപ്പോർട്ട് മാർച്ച് 28 സമർപ്പിക്കുമെന്നുള്ള ഒരു ഫിയർ കൊണ്ട് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഫോള്. റിലയൻസും ICICI ബാങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്. DIC ഇന്നലെ 2200 കോടി രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ്. അതിൻ്റെ പുറകെ റീറ്റെയിലേഴ്സും പ്രോഫിറ്റ് ബുക്കിംഗ്. അതൊക്കെ കണ്ടാണ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് ഫോൾ ആയത്. അല്ലാതെ FISൻ്റെ ഭാഗത്തു നിന്നുള്ള സെല്ലിംഗ് ഉണ്ടായിരുന്നില്ല. FIS ഇന്നലെയും 5000 കോടി രൂപയ്ക്ക് മുകളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ബയേഴ്സ് ആയിരുന്നു. ഇനി നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തു, നേരെ US മാർക്കറ്റ് ഓപ്പണായി. പ്രധാനമായിട്ട് നമ്മൾ കാത്തിരുന്നത് ഒരു ഡേറ്റയാണ്, അവിടുത്തെ കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ. കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ ആക്ച്വലി നെഗറ്റീവായിട്ടുള്ള ഡേറ്റയാണ് വന്നിട്ടുള്ളത്. എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കുറവ് വാല്യൂ ആണ് ഇന്നലെ കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ US നിന്ന് വന്നത്. എങ്കിലും US മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് നടത്തിയിരിക്കുന്നത്. ഇന്നലെ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ട്രംപിൻ്റെ ഭാഗത്തുനിന്നുള്ള പുതിയൊരു അപ്ഡേറ്റ്, വെനിസ്വേല രാജ്യത്തിൽ നിന്ന് ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് മേൽ 25% ഒരു താരിഫ് ഹൈക്ക് കൊടുക്കുമെന്നുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗമെന്നോണം ഇന്ത്യൻ ഓയിൽ കമ്പനീസും ONGCയും IOC പോലെയുള്ള കമ്പനീസും ഇന്നലെ ഫോൾ രേഖപ്പെടുത്തി. ഇനി ഇന്ത്യൻ കമ്പനികൾ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ അവിടെ GDRൽ റിലയൻസും ADRൽ ICICI ബാങ്കും 1% മുകളിൽ ഫോൾ ആയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഈ രണ്ട് കമ്പനീസും ഇന്ത്യൻ മാർക്കറ്റിൽ ഫോൾ ആയിട്ടുണ്ട്. അതിനർത്ഥം ഇന്ത്യൻ മാർക്കറ്റിൽ ഫോളായ അതേ പോയിൻ്റ് തന്നെ GDRലും ADRലും ഇതേ കമ്പനീസ് റിഫ്ലക്റ്റ് ചെയ്തു. അല്ലാതെ ഫർദർ ആയിട്ടുള്ളൊരു ഇടിവ് കണ്ടില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി സ്റ്റിൽ ഒരു പോസിറ്റീവായ രീതിയിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാം, ഏറ്റവും താഴെ US നാസ്ഡാക്ക് പ്ലസ് ആയിരുന്നു 83, ഡോ പ്ലസ് ആയിരുന്നു, ഫ്ലാറ്റായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ് മൂന്നും പോസിറ്റീവായിരുന്നു. അപ്പോൾ ഇതാണ് അവസ്ഥ. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഗ്ലോബൽ മാർക്കറ്റിനോടൊപ്പം തന്നെ അലൈനായിട്ടാണ് പോകുന്നത്. പ്ലസ് FISൻ്റെ ഭാഗത്തു നിന്നുള്ള ബൈയിങ്ങും ഉണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് ആളുകൾ ഈ ഒരു സമയത്ത് ഷോർട്ടും ചെയ്യുന്നുണ്ട്. കാരണം ഇതേ പാറ്റേൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. മാർക്കറ്റ് കയറും ഇടിയും, മാർക്കറ്റ് കയറി ഇടിയും. അപ്പോൾ ആ സമയത്ത് ഷോർട്ട് ചെയ്ത ആളുകൾ ആ ഒരു ടെൻഡൻസി വീണ്ടും ഫോളോ ചെയ്യാണ്. പക്ഷേ അറിയുന്നില്ല FIS ഇവിടെ ബയേഴ്സാണ് എന്നുള്ളത്. നോക്കാം കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക്. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, ഇത് സ്റ്റോക്കുകളുടെ വാർത്തകൾ മാത്രമാണ്. ഇനി അതിനു മുമ്പ് ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക്. ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിനെയൊക്കെ ബാക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അപ്സ്റ്റോക്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് പിൻ ചെയ്യാം. ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. നേരെ സ്റ്റോക്കുകളുടെ വാർത്തയിലേക്ക് പോകുകയാണെങ്കിൽ മണപ്പുറം ഫിനാൻസ് ബോറോയിങ് പ്രോഗ്രാംസ് എല്ലാം തന്നെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസാണ് മണപ്പുറം ഫിനാൻസിലുള്ളത്. BHEL കമ്പനി അവർ US ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയായിട്ട് സ്റ്റീം ജനറേഷൻ പദ്ധതികളായിട്ട് കരാറിൽ ഏർപ്പെടാനായിട്ട് കമ്പനി തീരുമാനിച്ചു. BHEL കമ്പനി. IRDA കമ്പനി അവരും 30,800 കോടി രൂപയുടെ ബോറോയിങ് പ്ലാൻ കമ്പനി പ്രഖ്യാപിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഫെഡറൽ ബാങ്ക് കമ്പനി ഏജീസ് ഫെഡറൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ 4% സ്റ്റേക്ക് 97 കോടി രൂപക്ക് അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. IRFC കമ്പനി 5000 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് NTPC റിന്യൂവബിൾ എനർജിയിൽ നിന്ന് IRFC കമ്പനിക്ക് ലഭിച്ചു. IRFC കമ്പനി ലോൺ എഗ്രിമെൻ്റ് ആണ് NTPC ഗ്രീനായിട്ട് നടത്തിയത് എന്നുള്ള ന്യൂസ് ഉണ്ട്. NTPC ഗ്രീൻ 100 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള അവരുടെ പുതിയ പ്ലാന്റിൽ നിന്നുള്ള കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ NTPC ഗ്രീൻ ആരംഭിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇനി GRP കമ്പനി അവരുടെ പുതിയ പ്ലാനിൽ നിന്നുള്ള കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചു. NCC ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അവർക്ക് BSNLൻ്റെ ഭാഗത്തുനിന്ന് 108 കോടി രൂപയുടെ ഓർഡറുകൾ ലഭിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. NCC കമ്പനി. റാനെ മദ്രാസ് കമ്പനി, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ റാനെ മദ്രാസിൻ്റെ എൻജിൻ വാൽവ് ബ്രേക്കിംഗ് കമ്പനിയായിട്ടുള്ള മെർജ് അംഗീകാരം കൊടുത്തു എന്നുള്ള ന്യൂസ് ഉണ്ട്.
ന്യൂജൻ കെമിക്കൽ കമ്പനി ജപ്പാനിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിച്ച് ജപ്പാനിൽ കമ്പനി ബിസിനസ് വർദ്ധിപ്പിക്കുമെന്നുള്ള ഒരു ന്യൂസാണ് ന്യൂജൻ കെമിക്കലിനെ സംബന്ധിച്ചുള്ളത്. ആഷി ഇന്ത്യ ഗ്ലാസ് കമ്പനി അവരുടെ പുതിയ പ്ലാന്റിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. SIS കമ്പനി അവർ ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചു. 400 രൂപക്കാണ് ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചത്. 341 രൂപക്കാണ് ഇപ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കമ്പനി തന്നെ സ്റ്റോക്ക് തിരികെ ബൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഷെയർ ബൈബാക്ക്. അപ്പോൾ നിലവിലെ LTPനേക്കാൾ ഉയർന്ന പ്രൈസിലാണ് കമ്പനി ഷെയർ തിരികെ വാങ്ങുന്നത്. TVS മോട്ടോഴ്സ് കമ്പനി ഗോ കോർപ്പറേഷനിലെ 8% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. തോമസ് കുക്ക് ട്രാവൽ രംഗത്തുള്ള ലീഡിംഗ് കമ്പനിയാണ്. അവർ കമ്പനി പറയുന്നത് പൂനെയിൽ അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നു, കൂടുതൽ റീറ്റെയിൽ ഷോറൂമുകൾ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ള ന്യൂസാണ് തോമസ് കുക്കിനെ സംബന്ധിച്ചുള്ളത്. ONGC കമ്പനി അവരുടെ റിന്യൂവബിൾ പ്രൊജക്റ്റിലേക്ക് വേണ്ടിയിട്ട് 33,000 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമെന്നുള്ളതാണ് ONGCനെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ ONGCയും റിലയൻസും രണ്ടും പെട്രോളിയം കമ്പനിയാണെങ്കിൽ കൂടിയും അവർ വളരെയധികം ഐറണി ആയിട്ടുള്ള ബിസിനസ്സും കൂടി ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. അതെന്താ? റിന്യൂവബിൾ എനർജി ബിസിനസ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. മറ്റുള്ള ന്യൂസുകളായിട്ട് വൈകിട്ട് 7 മണിക്ക് കാണാം. താങ്ക് യു ഓൾ.